പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. ദൈവമേ, ഓരോ പ്രഭാതത്തിലും അങ്ങയുടെ അനന്തമായ സ്നേഹവും അനന്തമായ കൃപയും അങ്ങയുടെ മക്കളിലേക്ക് അങ്ങ് അയക്കുന്നു. പ്രഭാതം മുതൽ പ്രദോഷം വരെ അങ്ങയുടെ സ്നേഹവും കാരുണ്യവും മനുഷ്യമക്കളെ താങ്ങി നിർത്തുന്നു. അങ്ങയുടെ കൃപയിൽ ആശ്രയിച്ചുകൊണ്ടാണ് ഓരോ മകനും മകളും ഈ പ്രപഞ്ചം മുഴുവനും നിലകൊള്ളുന്നത്. പ്രപഞ്ചത്തിൻ്റെ സൗന്ദര്യം അങ്ങയുടെ സ്നേഹവും പരിപാലനീയമാണ് എന്ന് ഞങ്ങൾ ഏറ്റുപറയുന്നു. ഞങ്ങളുടെ ഓരോ സൽപ്രവൃത്തികളും ഞങ്ങളിലെ നന്മകളെല്ലാം തന്നെ ദൈവമേ അങ്ങയുടെ സ്വന്തമാണെന്ന് ഞങ്ങൾ ഏറ്റുപറയുന്നു. അങ്ങയിൽ ആശ്രയിക്കുന്ന അങ്ങയുടെ ഈ മക്കളെ അങ്ങ് അനുഗ്രഹിച്ചാലും. അമ്മേ പരിശുദ്ധ മറിയമേ, ഈ തിരുവചന ശുശ്രൂഷയിൽ അമ്മ ഞങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കണമേ. തിരുവചനത്തെ സ്നേഹപൂർവ്വം സ്വീകരിക്കുകയും ഹൃദയത്തിൽ ഉൾക്കൊള്ളുകയും ധ്യാനിക്കുകയും ചെയ്ത പരിശുദ്ധ മറിയമേ, ഈ തിരുവചന ശുശ്രൂഷയിലുടനീളം അമ്മ ഞങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കണമേ. ഈ ശുശ്രൂഷയിലായിരിക്കുന്ന ഓരോ മകനെയും മകളെയും അങ്ങ് അനുഗ്രഹിക്കണമേ. ഈ ശുശ്രൂഷയിൽ പങ്കെടുക്കുന്നവരെയും ശുശ്രൂഷയ്ക്ക് നേതൃത്വം വഹിക്കുന്ന ഓരോ വ്യക്തിയെയും അനുഗ്രഹിച്ച് ആശീർവദിക്കണമേ. സ്നേഹം നിറഞ്ഞ പൊന്നുമക്കളെ, ഈ തിരുവചന ശുശ്രൂഷയിലേക്ക് നിങ്ങളെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ്. ദൈവത്തിൻ്റെ പരിശുദ്ധ വചനം നമ്മുടെ ഓരോരുത്തരുടെയും ഹൃദയങ്ങളിൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് തന്നെ വയ്ക്കുകയാണ്. ആ ദിവ്യാത്മാവിൻ്റെ വചനങ്ങൾ നമ്മുടെ ഹൃദയങ്ങളുടെ ആഴങ്ങളിലേക്ക് പതിയട്ടെ എന്ന് ആശംസിക്കുകയാണ്. ഇന്നത്തെ ഈ ശുശ്രൂഷയിൽ ദൈവാനുഗ്രഹങ്ങളുമായി കടന്നു വരുന്ന, ദൈവകൃപയുമായി കടന്നു വരുന്ന നല്ല പിതാവായ ദൈവത്തെ നിങ്ങളുടെ മുമ്പിൽ ഞാൻ അവതരിപ്പിക്കുകയാണ്. ഉൽപ്പത്തിയുടെ ആരംഭം തൊട്ട് തന്നെ പ്രപഞ്ചത്തെ സൃഷ്ടിക്കുന്നവനായ നല്ലവനായ ദൈവം മനോഹരമായ ഈ പ്രപഞ്ചത്തിന് ജീവനും ഊർജവും ഓജസ്സും പ്രഭയും പ്രകാശവും എല്ലാം നൽകി ഈ പ്രപഞ്ചത്തിൽ അലിഞ്ഞു ചേർന്നിരിക്കുകയാണ്. ഉദിച്ചുയരുന്ന ഉദയസൂര്യൻ്റെ ആ മനോഹരമായ പ്രഭയിലൂടെ നമ്മെ ഓരോരുത്തരെയും തഴുകി ചുംബിക്കുന്നത് ദൈവത്തിൻ്റെ സ്നേഹാർദ്രമായ കരങ്ങളാണ്. വിടരുന്ന പുഷ്പങ്ങളിലെ മനോഹാരിതയും സൗന്ദര്യവും സൗരഭ്യവും എല്ലാം തന്നെ നമ്മെ പരിപാലിക്കുന്ന ദൈവത്തിൻ്റെ ദിവ്യശക്തിയും ദിവ്യചൈതന്യവുമാണ്. പ്രഭാതത്തിലെ ഉണർന്ന് കളഗാനങ്ങൾ ആലപിച്ച് പറന്നുയരുന്ന പക്ഷികളിലും പറവകളിലും ദൈവമേ അങ്ങയുടെ നിരന്തരമായ സ്നേഹവും പരിപാലനയും അങ്ങയുടെ ചൈതന്യവുമെല്ലാം നിറഞ്ഞിരിക്കുന്നു. കണ്ടുമുട്ടുന്ന ഓരോ വ്യക്തികളിലും അങ്ങേ തിരുമുഖം ദർശിക്കാനാവുന്നു. കേൾക്കുന്ന ഓരോ ഗാനങ്ങളിലും ഓരോ സ്വരത്തിലും താളലയങ്ങളിലും ഞങ്ങൾ അങ്ങയുടെ സ്വരം കേൾക്കുന്നു. ഈ പ്രപഞ്ചത്തിൽ മറഞ്ഞിരിക്കുന്ന അങ്ങയെ ചിന്തിക്കുകയും ധ്യാനിക്കുകയും ചെയ്യുമ്പോൾ ഞങ്ങളുടെ ഹൃദയം സന്തോഷം കൊണ്ടും ആനന്ദം കൊണ്ടും നന്ദി കൊണ്ടും നിറയുകയാണ്. ഈ തിരുവചന ശുശ്രൂഷയിൽ ഉടനീളം ഞങ്ങൾ അങ്ങയുടെ മഹത്വത്തെ പ്രകീർത്തിക്കുകയാണ് ചെയ്യുന്നത്. അനുഗ്രഹങ്ങളുമായി കടന്നു വരുന്ന ദൈവമേ, സൃഷ്ടിച്ച മനുഷ്യനെ തന്നെ ഞങ്ങൾ ധ്യാനിക്കുകയാണ്, ഞങ്ങളെ തന്നെ ധ്യാനിക്കുകയാണ്. എത്രയോ മനോഹരമായ രീതിയിലാണ് അങ്ങ് ഞങ്ങൾക്ക് മനുഷ്യവംശത്തിന് രൂപം നൽകിയത്. സുന്ദരമായ മുഖവും സൗന്ദര്യം നിറഞ്ഞ വ്യക്തിത്വവും നൽകി മനുഷ്യനെയും അവൻ്റെ തുണയായി നൽകിയ സ്ത്രീയെയും അങ്ങ് അനുഗ്രഹിച്ചു. ഉൽപ്പത്തിയുടെ പുസ്തകത്തിൽ 2-ാമത്തെ അധ്യായത്തിൽ 25-ാമത്തെ തിരുവചനം വ്യക്തമായി പറയുന്നുണ്ട്, സൃഷ്ടിക്കപ്പെട്ടതായ മനുഷ്യൻ ആദ്യമേ നഗ്നനായിരുന്നു എങ്കിലും ശരി, അവർക്കൊരിക്കലും നഗ്നരാണെന്ന് തോന്നിയിരുന്നില്ല. ഒരു സുപ്രധാനമായ ഒരു വചനമാണ് അതിലൂടെ തരിക. നഗ്നരായിരുന്ന അവർക്ക് എന്തുകൊണ്ട് ആ നഗ്നത തിരിച്ചറിയാതെ പോയി, എന്തുകൊണ്ട് ആ നഗ്നത അവർക്കൊരു ചോദ്യചിഹ്നമാക്കി തീരാതെ പോയി എന്ന് ചോദിച്ചാൽ, അങ്ങയുടെ അനന്തമായ സ്നേഹവും അങ്ങയുടെ അനന്തമായ പരിപാലനയും അങ്ങയുടെ മഹത്വവും അങ്ങയുടെ വിശുദ്ധിയും കൊണ്ട് അങ്ങ് മനുഷ്യനെ പൊതിഞ്ഞിരുന്നു എന്നുള്ളതാണ്. മനുഷ്യൻ്റെ ആദ്യ കൃപയാണ് നാം അവിടെ കാണുക. എന്നാൽ തിന്മ ചെയ്ത് പാപത്തിലേക്ക് കടന്നു പോകുന്ന ആ മനുഷ്യനെ, അതേ മനുഷ്യനെ തന്നെയാണ് ഉൽപ്പത്തിയുടെ പുസ്തകത്തിൽ 3-ാമത്തെ അധ്യായത്തിൽ നമ്മൾ കാണുന്നത്. ദൈവസന്നിധിയിൽ നിന്ന്, പരമപരിശുദ്ധി തന്നെയായ ദൈവത്തിൻ്റെ സന്നിധിയിൽ നിന്ന് അകന്നു മാറിപ്പോകുന്നതായ മനുഷ്യനെ കാണുകയാണ്. ദൈവം ഇടപെട്ടൊരു ചോദ്യം ചോദിക്കുന്നുണ്ട്, എന്തുകൊണ്ടാണ് നീ മാറിപ്പോകുന്നത്?
മറഞ്ഞിരിക്കുന്നത്, ഒളിച്ചിരിക്കുന്നത് ചോദിക്കുമ്പോഴേ അവര് അതിന് വ്യക്തമായൊരു ഉത്തരം പറയുന്നത്, ഞങ്ങൾ നഗ്നരായത് കൊണ്ട് ഞങ്ങൾ ഒളിച്ചിരിക്കാൻ പരിശ്രമിക്കുന്നു, മറഞ്ഞിരിക്കാൻ പരിശ്രമിക്കുന്നു എന്നാണ്. പരിശുദ്ധനായ ദൈവത്തിന്റെ പരിശുദ്ധിയുടെ മുൻപില്, മഹത്വമേറിയ ദൈവത്തിന്റെ മഹത്വത്തിന്റെ മുമ്പില് പ്രത്യക്ഷപ്പെടാൻ മനുഷ്യന്റെ നഗ്നത അനുവദിക്കുന്നില്ല. അവൻ വഴിമാറി പോവുകയാണ് ചെയ്യുക. ഇങ്ങനെ വഴിമാറിപ്പോകുന്ന മനുഷ്യനിൽ വേദനിക്കുന്നതായ ഒരു ദൈവത്തെയാണ് പിന്നീട് നമ്മൾ കാണുന്നത്. ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത് അവന്റെ ഛായയിലൂടെ അവിടുത്തെ ഛായ പ്രത്യക്ഷപ്പെടുത്തുവാനും അവന്റെ ഹൃദയത്തിൽ തുടിക്കുന്ന സ്നേഹത്തിലൂടെ ദൈവത്തിന്റെ സ്നേഹം പ്രകമ്പനം കൊള്ളിപ്പിക്കുവാനും അവന്റെ പുഞ്ചിരിയിലൂടെ ദൈവത്തിന്റെ അനുഗ്രഹം എല്ലാവർക്കും കൊടുക്കുവാനും അവന്റെ നോട്ടത്തിലൂടെ ദൈവത്തിന്റെ പരിപാലനം എല്ലാവരിലേക്കും എത്തിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചത്. എന്നാൽ അവന്റെ പാപം അവനെ ദൈവത്തിൽ നിന്ന് അടിച്ചകറ്റുന്നു. ദൈവത്തിന്റെ രക്ഷാകരമായ പദ്ധതി, ദൈവത്തിന്റെ പദ്ധതി അവിടെ പരാജയപ്പെടുന്നത് പോലെ തന്നെ തോന്നുകയാണ് ചെയ്യുക. ഇങ്ങനെ ഇരിക്കുന്നതായ അവസരത്തിലാണ് നാം കാണുന്നത് വീണ്ടും വീണ്ടും ദൈവം കൃപ നൽകി മനുഷ്യനെ ശക്തിപ്പെടുത്തുന്നത് നമ്മൾ കാണുകയാണ്. പർദീസായിൽ നിന്ന് മനുഷ്യനെ അടിച്ചകറ്റിയെങ്കിൽ ശരി, അതേ ദൈവം തന്നെയാണ് ഉൽപ്പത്തിയുടെ പുസ്തകത്തിൽ 12-ാമത്തെ അധ്യായത്തിലേക്ക് വരുമ്പോഴേ അബ്രാഹം എന്ന് പേരുള്ള ഒരു മനുഷ്യനെ വിളിക്കുകയാണ്. ദൈവത്തിന്റെ രക്ഷാകരമായ പദ്ധതിക്ക് തീർച്ചയായിട്ടും ഒരു പൂർത്തീകരണം കണ്ടുപിടിക്കുന്നതിന് വേണ്ടി അബ്രാഹം എന്ന മനുഷ്യനെ വിളിച്ചുകൊണ്ട് പറയാണ്, അബ്രാഹമേ അബ്രാഹമേ എന്ന് വിളിക്കുമ്പോഴേ ദൈവത്തിന്റെ ആ വിളിക്ക് അവൻ പ്രത്യുത്തരം നൽകുന്നുണ്ട്. ദൈവം നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്ന ഒരു കാര്യം അതാണ്. അവിടുന്ന് എന്നെ വിളിക്കുമ്പോൾ ഞാൻ അവിടുത്തെ ശ്രവിക്കണം, അവിടുന്ന് എന്നെ വിളിക്കുമ്പോൾ ഞാൻ അവിടുത്തെ വിളി കേൾക്കണം, അവിടുന്ന് എന്നെ വിളിക്കുമ്പോൾ ഞാൻ ആ വിളി അനുസരിച്ച് പ്രവർത്തിക്കണം, ഞാൻ അവിടുത്തോട് കൂടി ആയിരിക്കണം. ഇതാണ് ദൈവം എന്നെ ആവശ്യപ്പെടുക. അങ്ങനെ ഞാൻ അവിടുത്തെ വിളി കേട്ട് അവിടുത്തെ വിളി ശ്രവിച്ച് ഞാൻ അതനുസരിച്ച് അവിടുത്തോട് കൂടി ആയിരിക്കുമ്പോഴേ പോയ എൻ്റെ അനുഗ്രഹങ്ങളെല്ലാം എനിക്ക് വീണ്ടും വീണ്ടും ദൈവം തരികയാണ്. തൻ്റെ തന്നെ ഛായയില് മനുഷ്യനെ സൃഷ്ടിക്കാമെന്ന് പറഞ്ഞവനായ ദൈവം അബ്രാഹത്തെ വിളിച്ചുകൊണ്ട് പറയുന്ന വാക്കെന്താണെന്നറിയാമോ? ഞാൻ ചൂണ്ടിക്കാണിച്ചു തരുന്ന സ്ഥലത്തേക്ക് നീ പോകണമെന്ന്. പോകാനുള്ള നല്ല മനസ്സ് അബ്രാഹത്തിന്റെ ഹൃദയത്തിൽ ദൈവം കണ്ടു. ദൈവത്തിന്റെ തിരുഹിതം പ്രാവർത്തികമാക്കുവാനുള്ള ഒരു വിശാല മനസ്സ് അബ്രാഹത്തിൽ ദൈവം കണ്ടു. എന്ത് ത്യാഗം അനുഭവിച്ചും എന്തും ഉപേക്ഷിക്കുവാനും ദൈവത്തിന്റെ സ്വരത്തെ പ്രതി എന്തും ഉപേക്ഷിക്കുവാനുള്ളതായ ഒരു നല്ല മനസ്സ് അബ്രാഹത്തിൽ ദൈവം കണ്ട ഉടനെ തന്നെ അബ്രാഹത്തോട് ദൈവം പറയാണ്, അബ്രാഹമേ ഞാൻ നിന്നെ അനുഗ്രഹിച്ചിരിക്കുന്നു എന്ന് പറയാണ്. ആദ്യ മാതാപിതാക്കന്മാരായ ആദത്തിനും ഹവ്വായ്ക്കും ദൈവം നൽകിയ അതേ അനുഗ്രഹം തന്നെ ഇവിടെ ഇതാ അബ്രാഹത്തിന് നൽകിക്കൊണ്ട് പറയാണ്, ഞാൻ നിന്നെ അനുഗ്രഹിച്ചിരിക്കുന്നു, നീ ഇനി ഒരു അനുഗ്രഹമായി തീരും. ആരെയെല്ലാം നീ അനുഗ്രഹിക്കുന്നുവോ അവരെല്ലാവരും അനുഗ്രഹീതരായി തീരും, ആരെയെല്ലാം നീ ശപിക്കുന്നുവോ അവർ അഭിശപ്തരായി തീരുമെന്ന് പറഞ്ഞുകൊണ്ട് അബ്രാഹത്തിന്റെ കൂടെ നടക്കുന്ന ദൈവത്തിന്റെ ആ നിതാന്തമായ സ്നേഹമാണ് നാം കാണുക. പൊന്നുമക്കളെ, ഞാൻ ഈ പറയുന്നതായ തിരുവചനം ദൈവകൃപ കൊണ്ടും ദൈവത്തിന്റെ അനുഗ്രഹങ്ങൾ കൊണ്ടും നാം നിറയേണ്ടതിന്റെ ഒരു ആവശ്യകതയായി ഞാൻ ചൂണ്ടിക്കാണിക്കുകയാണ് ചെയ്യുക. ഓരോ പ്രഭാതത്തിലും ഉണർന്നെഴുന്നേൽക്കുന്ന മനുഷ്യരായ നമ്മള് ആ ദൈവസന്നിധിയിലേക്ക് തന്നെ കടന്നു ചെന്നുകൊണ്ട് ഈ അബ്രാഹത്തെ പോലെ അവിടുത്തെ സ്വരം കേൾക്കുവാൻ തയ്യാറാവുക, അവിടുത്തെ വിളി കേൾക്കുവാൻ തയ്യാറാവുക, ആ വിളിയെ ശ്രദ്ധാപൂർവ്വം ശ്രവിക്കുക, അതനുസരിച്ച് പ്രവർത്തിക്കുവാനുള്ളതായ ഒരു നല്ല മനസ്സ് കാഴ്ചവെക്കുക. അങ്ങനെയാണെങ്കിൽ ദൈവം നമ്മിൽ പ്രസാദിക്കുമെന്നുള്ളതിന് സംശയമില്ല. നാം കാണുന്നില്ലേ മത്തായിയുടെ സുവിശേഷത്തിൽ 3-ാമത്തെ അധ്യായത്തില് ദൈവത്തിന്റെ ഇഷ്ടവും അവിടുത്തെ പരിപാലനയ്ക്കും അവിടുത്തെ തിരികിതുമെല്ലാം നിറവേറ്റുന്നതായ ആത്മാവിൽ നിറഞ്ഞിരിക്കുന്ന തന്റെ പ്രിയ മകനെ കണ്ടുകൊണ്ട്, പരിശുദ്ധാത്മാവ് നിറഞ്ഞ മകനെ കണ്ടുകൊണ്ട് പിതാവായ ദൈവത്തിന്റെ വചനം ഇതായിരുന്നു, ഞാൻ ഇവനിൽ സംപ്രീതനായിരിക്കുന്നു എന്ന് പറയാണ്. ഞാൻ ഇവനിൽ സംപ്രീതനായിരിക്കുന്നു. ദൈവം പ്രസാദിച്ചവരാണ് ദൈവത്തിന്റെ അനുഗ്രഹം, ദൈവം സ്നേഹിക്കുന്നവരാണ് ദൈവത്തിന്റെ അനുഗ്രഹം, ദൈവം കരുതുന്നവരാണ് ദൈവത്തിന്റെ അനുഗ്രഹം. അതെ, ദൈവത്തിന്റെ അനുഗ്രഹങ്ങൾ കൊണ്ട് ഈ തിരുവചനങ്ങളിലൂടെ തന്നെ നമുക്ക് നമ്മെ തന്നെ നിറയ്ക്കുവാൻ വേണ്ടി പ്രത്യേകം പരിശ്രമിക്കാം. ഈ അബ്രാഹമാകട്ടെ ദൈവത്തിന്റെ സ്വരം കേട്ട അവൻ ദൈവത്തിന്റെ ഹിതമനുസരിച്ച് മുന്നോട്ട് പോകുന്നതായ അവന് ദൈവം പറഞ്ഞതായ സ്ഥലത്ത് എത്തിയപ്പോഴേ ദൈവം അവന് വീണ്ടും പറയുന്നു കൊടുക്കുന്നുണ്ട്, ഞാനിതാ നിന്നെ വീണ്ടും വീണ്ടും അനുഗ്രഹിച്ചിരിക്കുകയാണ്. നീ നിൽക്കുന്ന ഈ സ്ഥലം ഞാൻ നിനക്ക് തന്നെ തരും. ദൈവം പറയാണ്, ഈ സ്ഥലം നിനക്ക് തന്നെ തരും. പൊന്നുമക്കളെ, ഇന്ന് ജീവിക്കുന്നതിന് വേണ്ടി പരിശ്രമിക്കുന്ന ഒത്തിരി ആളുകളുണ്ട്.
സമ്പത്തിന് വേണ്ടി കണഞ്ഞു പരിശ്രമിക്കുന്നവർ ഒത്തിരി പേരുണ്ട്, സമ്പത്തില്ലാത്തതിന് പേര് വേദനിക്കുന്നവർ ഒത്തിരി പേരുണ്ട്. ഈ ഒരു വാക്കിന്റെ മർമ്മം നമ്മളൊന്ന് മനസ്സിലാക്കുന്നതാണ്. ദൈവഹിതം മുഴുവനും മനസ്സിലാക്കി അതനുസരിച്ച് ദൈവഹിതപ്രകാരം ദൈവം കാണിച്ചു കൊടുത്ത ആ സ്ഥലത്തേക്ക് പോയി അതിനുവേണ്ടി എല്ലാം ഉപേക്ഷിച്ച് കടന്നുപോയതായ അബ്രാഹാം കാലെടുത്ത് വെച്ച സ്ഥലത്തെ കുറിച്ചാണ് ദൈവം പറഞ്ഞത്, ഈ സ്ഥലം ഞാൻ നിനക്ക് തരാൻ പോവുകയാണ് എന്ന്. ഈ സ്ഥലം ഞാൻ നിനക്ക് തരാൻ പോവുകയാണ്. ഉൽപ്പത്തിയുടെ പുസ്തകത്തിൽ 28-ാമത്തെ അധ്യായത്തിലേക്ക് വരുമ്പോൾ നമ്മൾ കാണുന്നുണ്ട്, യാക്കോബ് അവന്റെ പിതാവായ ഇസ്ഹാക്കിന്റെയും റെബേക്കായുടെയും ആഗ്രഹപ്രകാരം ദൈവ പദ്ധതി പ്രകാരം അവൻ സ്വന്തം ഭവനത്തിൽ നിന്ന് ഇറങ്ങിപ്പോവുകയാണ്. അവന്റെ അമ്മാവന്റെ വീട്ടിലേക്കാണ് അവൻ പോകുന്നത്. കയ്യിൽ കാര്യമായി ഒന്നും തന്നെ ഇല്ല. അവൻ ആകപ്പാടെ ക്ഷീണിച്ച് അവശനായി തളർന്ന് വീണ് വഴിയോരത്തിൽ കിടക്കുന്നതായ ആ യാക്കോബ് ദൈവത്തിന്റെ തിരുഹിതം നിറവേറ്റുകയായിരുന്നു. അവന്റെ അമ്മയിലൂടെ അവന്റെ അപ്പനിലൂടെ അവൻ കേട്ട വചനം, മാതാപിതാക്കന്മാരിലൂടെ നാം ശ്രദ്ധാപൂർവ്വം ശ്രമിക്കേണ്ടതായ വചനങ്ങളുണ്ട്. യാക്കോബ് അവന്റെ അപ്പനും അമ്മയും പറഞ്ഞ വാക്കുകൾ കേട്ട് അവന്റെ സ്വന്തം ഭവനത്തെയും ആ മാതാപിതാക്കന്മാരെയും എല്ലാം വിട്ട് പോകുമ്പോൾ ക്ഷീണിച്ച് വലഞ്ഞ് അവൻ വിശന്ന് വലഞ്ഞ് തളർന്ന് ശരീരം തളർന്ന് വഴിയോർത്ത് വീണ് കിടന്ന് അവിടെ അവൻ ഉറങ്ങുകയാണ്. ആ ഉറക്കത്തിലാണ് ദൈവത്തിന്റെ വലിയൊരു ദർശനം, ആ ഉറക്കത്തിലാണ് ദൈവത്തിന്റെ പ്രത്യക്ഷപ്പെടൽ. അവന് വലിയൊരു ദർശനമുണ്ടായി. ആകാശം മുട്ട ഉയർന്നു നിൽക്കുന്നതായ കോവണി, അതെ, അതിന് മുകളിൽ നിന്ന് ദൈവത്തിന്റെ സ്വരമാണ്. പൊന്നുമക്കളെ, ദൈവഹിതം നിറവേറ്റിക്കൊണ്ട് നാം ക്ഷീണിച്ച് തളർന്നു വീണ് കിടക്കുമ്പോൾ താങ്ങിയെടുക്കുവാൻ വരുന്നത് ദൈവത്തിന്റെ തന്നെ കരങ്ങളായിരിക്കും. ഒരു സമാധാനമാണ് നമുക്കുണ്ടാകേണ്ടത്. എൻ്റെ ദൈവമേ, ഞാൻ നിന്റെ ഇഷ്ടം നിറവേറ്റിയിരിക്കുന്നു എന്ന്, നിന്റെ ഹിതം നിറവേറ്റിയിരിക്കുന്നു എന്ന്. പൊന്നുമക്കളെ, നമുക്കറിയത്തില്ലേ, കുരിശിൽ കിടന്നുകൊണ്ട് കാരുണ്യവാനായ ഈശോ എല്ലാം പൂർത്തിയായി എന്ന് പറഞ്ഞ് ശിരസ് തലകുനിച്ചപ്പോഴേ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ ശക്തമായ ഒരു ചൈതന്യം ആ ശരീരത്തിലേക്ക് എല്ലാം കടന്നു വരികയാണ്. മൃതിയടഞ്ഞവനിലേക്ക് ഉത്ഥാനത്തിന്റെ ആത്മാവിനെ പിതാവായ ദൈവം അയച്ചു എന്നുള്ളതാണ്. അനുഗ്രഹം നമുക്ക് സമർത്ഥമായി കിട്ടണമെങ്കിൽ ദൈവത്തിന്റെ ഇഷ്ടം നിറവേറ്റുന്നവരായിരിക്കട്ടെ നമ്മൾ എന്നുള്ളതാണ്. അബ്രാഹത്തിന്റെ ജീവിതത്തിലേക്ക് നമ്മൾ തിരിച്ചു വരുമ്പോൾ കാണുന്നത് എന്താണെന്നറിയാമോ? നിരന്തരം ദൈവേഷ്ടം നിറവേറ്റിക്കൊണ്ടുവരുന്നവനായ അവൻ എവിടെയോ ഒരു പാളിച്ച പറ്റുന്നത് പോലെ തന്നെ തോന്നുന്നുണ്ട്. ഉൽപ്പത്തിയുടെ പുസ്തകത്തിൽ 16-ാമത്തെ അധ്യായത്തിൽ നമ്മൾ കാണുന്നുണ്ട്, അബ്രാഹത്തിന് കടൽക്കരയിലെ മണൽത്തരികളെ പോലെയും ആകാശത്തിലെ നക്ഷത്രങ്ങളെ പോലെയും മക്കളെ നൽകുമെന്ന് വാഗ്ദാനം ചെയ്ത ദൈവത്തിന്റെ വാഗ്ദാനം ഉണ്ടായിരിക്കെ അബ്രാഹം സാറായുടെ സ്വരത്തിന് ചെവി കൊടുക്കുന്നുണ്ട്. അതെന്താണെന്നറിയാമോ? അബ്രാഹത്തോട് സാറ പറയാണ്, നിങ്ങൾ ഇതാ വൃദ്ധനായിരിക്കുന്നു, നിങ്ങൾക്കൊരു ഒരു വേലക്കാരിയില്ലേ, ഒരു യുവതി, ഒരു സ്ത്രീ, നല്ല ആരോഗ്യമുള്ളവള്, നീ അവനോടുകൂടി ചേര്, അവനക്ക് നിന്റെ പേരിൽ ഒരു കുട്ടി ഉണ്ടാകട്ടെ എന്ന് പറയുകയാണ്. ഇത് ദൈവഹിതപ്രകാരമായിരുന്നോ എന്നൊരു ചോദ്യം, ഇത് ദൈവം ഇഷ്ടപ്പെട്ടതായിരുന്നോ എന്നൊരു ചോദ്യം. അതേ സമയത്ത് അബ്രാഹം ആ സ്ത്രീയുടെ സാറായുടെ ചോദ്യത്തിന് വഴങ്ങി തന്റെ വേലക്കാരിയായ ഹാഗാറിനെ സ്വീകരിക്കുകയാണ്. ഹാഗാറിൽ അബ്രാഹത്തിന് ഒരു മകനുണ്ടായി, അതാണ് ഇസ്മായേലിയർ. ഈ ഇസ്മായേലിയർ എന്ന് പറയുന്നവരാണ് വാസ്തവത്തിൽ ഈ ലോകത്തിൽ ഇതാ പെരുകി വർദ്ധിക്കും. അവരിൽ കൂടിയാണ് ശത്രുതയും വിദ്വേഷവും കോപവും കലഹവും നാശവും എല്ലാം വരുന്നത് എന്നുള്ള ഒരു ധ്വനിയില് ദൈവം ഒരു ശാപം കൊടുക്കുകയാണ്. അപ്പോൾ അബ്രാഹത്തിന് ദൈവം വാഗ്ദാനം ചെയ്ത അതേ ചൈതന്യം അതേ രീതിയിൽ ഇവിടെ അന്വർത്ഥമാക്കുകയല്ല ചെയ്യുന്നത്, ഒരു വഴിതെറ്റിപ്പോകുന്നൊരു രംഗം നമ്മൾ കാണുകയാണ്. ഇങ്ങനെ വഴിതെറ്റിപ്പോകുന്ന അബ്രാഹത്തെയാണ് ദൈവം വീണ്ടും പിടിച്ചു തിരുത്തുന്നുണ്ട്. ഉൽപ്പത്തിയുടെ പുസ്തകത്തില് 22-ാമത്തെ അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ നമ്മൾ കാണുന്നുണ്ട്, അതായത് നീ സ്നേഹിക്കുന്ന നിന്റെ ഇസ്ഹാക്കിനെ എനിക്ക് വേണ്ടി ബലിയർപ്പിക്കണമെന്ന്. പൊന്നുമക്കളെ, പാപം ചെയ്താൽ പാപത്തിന് നമ്മൾ ഉത്തരം പറയേണ്ടിയിരിക്കുന്നു. ഹാഗാറിലുണ്ടായ ആ ഇസ്മായേൽ, അതായത് ആ വ്യക്തി അവിഹിതമായ മാർഗത്തിലൂടെ വഴിയിലൂടെ കടന്നു വന്നതായ കുട്ടിയാണ്. അവനെ പ്രതി അബ്രാഹം വേദനിക്കുന്നുണ്ട്. കാരണം സാറ സമ്മതിക്കുന്നില്ല. അതായത് ഈ ഇസ്മായേലുമായി ഇസ്ഹാക്കും തമ്മിൽ കളിക്കുന്നതിന് ഇഷ്ടമല്ല. ഈ വേലക്കാരിയുടെ മകൻ ഇവിടെ നിൽക്കാൻ പാടില്ല, വേലക്കാരി ഇവിടെ നിൽക്കാൻ പാടില്ല. എപ്പോഴും അബ്രാഹത്തെ മാന്തി പറിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഗതികെട്ടിയ അബ്രാഹം ഇസ്മായേലിനെയും ഹാഗാറിനെയും വീട്ടിൽ നിന്ന് ഇറക്കി വിടുകയാണ് ചെയ്യുക.
നോക്കിക്കേ പൊന്നുമക്കളെ, ദൈവത്തിന്റെ ഹിതവും ദൈവത്തിന്റെ പദ്ധതിയും അനുസരിച്ചല്ലാതെ എവിടെയെല്ലാം പോകുന്നോ അവിടെയെല്ലാം തകർച്ചകളും ശാപങ്ങളും വിഷമങ്ങളും വേദനകളും എല്ലാം വരികയാണ്. എന്നിട്ടും ദൈവം ഒരു വേദന അബ്രാഹത്തിന്റെ ഹൃദയത്തിൽ കൊടുത്തു. ഈ ഇസ്മായിലിനെ പിരിയുന്ന കാര്യത്തിൽ അതിനും പുറമെ വേറൊരു വേദന കൊടുക്കുകയാണ് ചെയ്യുന്നത്. അബ്രാഹത്തെ വിളിച്ചുകൊണ്ട് ദൈവം പറയാണ്, നീ സ്നേഹിക്കുന്ന ഇസ്ഹാക്കിനെ എനിക്ക് വേണ്ടി നീ ബലിയർപ്പിക്കണമെന്ന് പറയുകയാണ്. അബ്രാഹം അവിടെ തയ്യാറാവുകയാണ്. അങ്ങനെ തന്റെ പാപത്തിന് അദ്ദേഹം പരിഹാരം ചെയ്യാണ്. ദൈവത്തിന്റെ ഹിതമനുസരിച്ച് എന്തും ചെയ്യുവാൻ തയ്യാറായി കൊണ്ടുവരുന്നതായ ആ അബ്രാഹത്തെ ദൈവം അനുഗ്രഹിക്കുന്നുണ്ട്. ഇനി നമ്മൾ കാണുന്നുണ്ട്, അബ്രാഹത്തിന്റെ ഈ തെറ്റുകൾക്കാണ് വീണ്ടും ചിലർക്കൊക്കെ പരിഹാരം കൊടുക്കുന്നത്. അതായത് അബ്രാഹം അബിമലേക്കിന്റെ അടുക്കൽ പറയുന്നുണ്ട്, സാറായെ കുറിച്ച് പറയുന്നത് തൻ്റെ സഹോദരി എന്നാണ് പറയുന്നത്. ഒരു കളവ് അവിടെ പറയാണ്. ദൈവത്തിന്റെ നാമത്തില് ദൈവത്തിന്റെ ശക്തിയിൽ ആശ്രയിച്ചുകൊണ്ട് ദൈവത്തിന്റെ ഹിതം എന്താണോ നടന്നതെന്ന് കണ്ട് സാറായെ തന്റെ ഭാര്യയാണ് എന്ന് പറയാനുള്ളതായ ഒരു ചങ്കൂറ്റം അബ്രാഹത്തിന് ഇല്ലാതായി പോയി. അവൻ ഭയന്നു. അവനൊരു പക്ഷേ കൊല്ലപ്പെട്ടേക്കാം, സാറായുടെ പേരിൽ കൊല്ലപ്പെട്ടേക്കാം എന്ന് കരുതിക്കൊണ്ട് അവൻ കളവ് പറയാണ് ചെയ്യുന്നത്. എന്നാൽ ആ മറച്ചു വെച്ച സത്യം പുറത്തു കൊണ്ടുവരുന്നത് നമ്മൾ കാണുന്നുണ്ട്. പൊന്നുമക്കളെ, നമുക്ക് തിരിച്ചു വരാം. അനുഗ്രഹം നമ്മുടെ കൂട്ടത്തിൽ ഉണ്ടാകണമെങ്കിൽ, അനുഗ്രഹത്തിന്റെ ചൈതന്യം നമ്മുടെ കൂട്ടത്തിൽ ഉണ്ടാകണമെങ്കിൽ നാം എന്താ ചെയ്യണമെന്ന് അറിയാമോ? ദൈവം ആവശ്യപ്പെടുന്നത് തന്നെ കൊടുത്തേ മതിയാവൂ എന്ന് പറഞ്ഞാല് അബ്രാഹമേ എന്ന് വിളിക്കുമ്പോൾ എത്രയോ സ്നേഹത്തോടു കൂടിയാണ് അബ്രാഹം തൻ്റെ ദൈവത്തിന്റെ അടുക്കലേക്ക് കടന്നു വരിക. അങ്ങനെ കടന്നു വരുന്നതായ അബ്രാഹം ദൈവത്തോട് ചോദിക്കുന്നുണ്ട്, ഇതാ അങ്ങയുടെ ദാസൻ നിൽക്കുകയാണ്, അങ്ങ് അരുളി ചെയ്യുക, അങ്ങ് പറയുക. അവിടെയാണ് ഹൃദയത്തെ ആത്മാവിന്റെ ആഴങ്ങളെ സ്പർശിച്ചുകൊണ്ട് ദൈവം അബ്രാഹത്തോട് വലിയൊരു ത്യാഗം ആവശ്യപ്പെടുകയാണ്. നീ സ്നേഹിക്കുന്ന നിന്റെ ഏക മകനാകുന്ന ഇസഹാക്കിനെ എനിക്ക് വേണ്ടി നീ ബലിയർപ്പിക്കണമെന്ന്. കുഞ്ഞുമക്കളെ, സാറാ പറഞ്ഞു കൊടുത്ത കാര്യമുണ്ടായിരുന്നല്ലോ, നിനക്ക് വേലക്കാരിയിൽ ഒരു മകൻ ഉണ്ടാകട്ടെ എന്ന്. അതേ സമയത്ത് ഇസഹാക്ക് എന്ന് പറയുന്ന ദൈവത്തിന്റെ പദ്ധതി അനുസരിച്ചുള്ള ആ ഏക മകനെ നീ എനിക്ക് വേണ്ടി ബലിയർപ്പിച്ച് അവനെ ഇല്ലാതാക്കി തീർക്കുവാൻ ആവശ്യപ്പെടുന്ന ദൈവം. അവിടെയാണ് വാസ്തവം പറഞ്ഞാല് ദൈവം ഏതെല്ലാം പദ്ധതികളും എന്തെല്ലാം കാര്യങ്ങളും തനിക്ക് വേണ്ടി തന്നിലൂടെ ആവിഷ്കരിച്ചോ അതേ ദൈവം തന്നെയാണ് പറയുന്നതെന്ന് മനസ്സിലാക്കിയിട്ട് അബ്രാഹം അതിന്റെ മുമ്പിൽ ശിരസ്സ് നമിക്കുകയാണ്. സാറായോട് പറയുന്നു, ഈ കുട്ടിയെ ഒരുക്കി ഇവിടെ ബലിയർപ്പിക്കട്ടെ എന്ന്. കുട്ടി ചോദിക്കുന്നുണ്ട്, ബലിയർപ്പിക്കാൻ പോകുമ്പോഴേ എവിടെയാണ് ബലിമൃഗമെന്ന് ചോദിക്കുന്നുണ്ട്. അവിടെയെല്ലാം തൻ്റെ ആത്മാവിൽ തൻ്റെ ഹൃദയത്തിന്റെ ഉള്ളറകളിലേക്ക് കടന്നു വന്നുകൊണ്ട് ദൈവ പദ്ധതിയെ വായിച്ച് മനസ്സിലാക്കുന്ന, ദൈവ പദ്ധതിയെ ധ്യാനിച്ച് മനസ്സിലാക്കിക്കൊണ്ട് അതിന് കീഴ്വഴങ്ങുന്നതായ അബ്രാഹത്തെ കാണുകയാണ്. ബലിയർപ്പിക്കാനുള്ള മൃഗത്തെ ദൈവം എനിക്ക് കാണിച്ചു തരുമെന്ന്. കുഞ്ഞുമക്കളെ, ഒരു കാര്യം ഓർക്കണം, അബ്രാഹം ഇസ്ഹാക്കിനെ ബലിപീഠത്തിൽ വെച്ച് വരിഞ്ഞു കെട്ടി കൊല്ലുവാൻ നോക്കുന്നുണ്ട്. അതിനേക്കാൾ മുമ്പ് തന്നെ അബ്രാഹം തന്റെ ആത്മാവിൽ ഒരു സ്വയം ബലിയായി തീർന്നു. ഇതാ നിന്റെ ഇഷ്ടം നിറവേറട്ടെ എന്ന് പറഞ്ഞപ്പോഴേ ഈ ഇസ്ഹാക്കിനെ കൊല്ലുവാൻ വധിക്കുവാൻ തയ്യാറായപ്പോൾ തന്നെ അബ്രാഹം തന്റെ ഹൃദയത്തിൽ ഒരു ബലിയായി മാറുകയാണ്. ഹൃദയത്തിൽ ബലിയർപ്പിക്കുന്നവരാണ് ഭാഗ്യവാന്മാര്. ആത്മാവിൽ ബലിയർപ്പിക്കുന്നവർ ഭാഗ്യവാന്മാരാണ്. മനസ്സിൽ ബലിയർപ്പിക്കുന്നവർ ഭാഗ്യവാന്മാരാണ്. ഈ ബലിയർപ്പണം ആർക്കും അറിയത്തില്ല. ദൈവഹിതം നിറവേറ്റുന്നത്. ഒരിക്കല് ഒരു മകൻ തന്റെ പിതാവിനോട് വന്നൊരു കാര്യം പറയായിരുന്നു. അപ്പനോട് പറയുന്നത് അറിയാമോ? അപ്പനോട് അവൻ പറയാണ്, അപ്പച്ചാ എനിക്ക് വിദേശത്ത് പോയി പഠിക്കണമെന്ന് പറയുമ്പോഴേ ഈ മകനെ ഒരിക്കൽ പോലും ഒരു നിമിഷം പോലും പിരിയാൻ ആഗ്രഹിക്കാത്ത ആ അപ്പന്റെ ആ മനസ്സ് ഇത് അമ്മയ്ക്കറിയാമായതുകൊണ്ട് അമ്മ മകനോട് പറഞ്ഞു, മകനെ നീ അങ്ങനെ അപ്പനോട് പറയരുത്, അപ്പച്ചൻ നിന്നെ വിട്ടേക്കാം, പക്ഷേ അപ്പന് ഒരു നിമിഷം പോലും നിന്നെ പിരിഞ്ഞിരിക്കാനാവില്ല. ഒരു നിമിഷം പോലും നിന്നെ പിരിഞ്ഞിരിക്കാനാവില്ല. വികാരിച്ചനെ അദ്ദേഹം വിളിച്ചു ചോദിച്ചു, അച്ഛാ മോൻ ഇങ്ങനെയാ പറയുന്നത്, എന്താ ചെയ്യണമെന്ന് ചോദിച്ചപ്പോഴേ വികാരിച്ചൻ പറഞ്ഞു, നീ ഒരു കാര്യം ചെയ്യേ, കുർബാന കഴിഞ്ഞ് ഞാൻ ഉത്തരം പറയാം. കുർബാനയ്ക്കിടയ്ക്ക് വികാരിച്ചൻ ഈ ഒരു നിയോഗം വെച്ച് പ്രാർത്ഥിച്ചു, ദൈവം ആഗ്രഹിക്കുന്നതാണോ എന്ന്. കുർബാന കഴിഞ്ഞ് ഏതാനും മിനിറ്റുകൾ കഴിഞ്ഞ് ഇയാൾ വന്ന് ചോദിച്ചു, അച്ഛനാ എന്താ അച്ഛാ ഇത്, മോനെ പഠിക്കാൻ വിടണോ എന്ന് ചോദിക്കുകയാണ്. അച്ഛൻ പറഞ്ഞു അവനെ വിട്ടേക്കാൻ പറയാണ്. അവനെ വിട്ടേക്കാൻ പറഞ്ഞതിനെ കുറിച്ച് പിന്നീട് ആ മകൻ അച്ഛനോട് തന്നെ പറഞ്ഞത്, അച്ഛൻ പറഞ്ഞ വാക്ക് ദൈവത്തിന്റെ ഹിതമായി ഞാൻ കണ്ടു. ആ ദൈവഹിതമായി കണ്ടിട്ട് അവനെ ഞാൻ വിടുമെന്ന് തീരുമാനിച്ചപ്പോൾ ആ രാത്രി എനിക്ക് ഉറങ്ങാൻ പറ്റിയില്ല. ആ രാത്രിയിൽ എൻ്റെ ആത്മാവിൽ, എൻ്റെ മനസ്സിൽ എന്തെന്നില്ലാത്ത വേദനയാണ്. ഇതാണ് ഞാൻ പറയുന്നത്, ആത്മാവിൽ അർപ്പിക്കുന്ന ബലി ആരും അറിയുന്നില്ല.
കുഞ്ഞുമക്കളെ ആത്മാവിൽ അർപ്പിക്കുന്ന ബലി, ഏറ്റവും ശ്രേഷ്ഠമായ ബലി അർപ്പിച്ച ആരാന്നറിയാമോ? പരിശുദ്ധ മറിയമാണ്. ഈ മറിയത്തിനറിയാമായിരുന്നു തൻ്റെ അരുമകുമാരൻ 33-ാമത്തെ വയസ്സിൽ കാൽവരിയിലെ കുരിശിൽ ബലിയർപ്പിക്കപ്പെടുമെന്ന് അമ്മയ്ക്കറിയാമായിരുന്നു. ശമയോൻ അമ്മയോട് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. അന്ന് മുതൽ ആ നിമിഷം മുതൽ, ആ വേള മുതൽ അമ്മയുടെ ഹൃദയത്തിൽ ഈശോ എന്ന തൻ്റെ ദൈവകുമാരനെ 1000 പ്രാവശ്യം ബലിയർപ്പിച്ച വേദന പരിശുദ്ധ അമ്മയ്ക്കുണ്ട്. കുഞ്ഞുമക്കളെ, ഓരോ പ്രാവശ്യവും അമ്മ തൻ്റെ ഹൃദയത്തിൽ ആ മകനെ ബലിയർപ്പിക്കുന്ന ഓരോ നിമിഷവും ദൈവത്തിൻ്റെ മുമ്പില്, ദൈവഹിതത്തിന് മുമ്പിൽ ശിരസ് നമിച്ചുകൊണ്ട് നിന്റെ ഇഷ്ടം നിറവേറട്ടെ എന്ന് പറഞ്ഞുകൊണ്ടുള്ള ആ ബലിയില് അമ്മ ധന്യയായി തീരുകയായിരുന്നു. ആത്മാവിൽ അർപ്പിക്കുന്ന ആത്മീയ ബലിയിലൂടെ ഒരു വ്യക്തി അനുഗ്രഹത്തിന്റെ പൂർണ്ണതയിലേക്ക് കടന്നു വരികയാണ്. അബ്രാഹാം അങ്ങനെയാണ് ചെയ്തത്. അബ്രാഹത്തോട് പറഞ്ഞ ആ നിമിഷം തൊട്ട് തന്നെ അദ്ദേഹത്തിന്റെ ആത്മാവിലെ ബലി, ഞാൻ വീണ്ടും പറയുന്നത് അറിയാമോ? ഈ ആത്മാവിന്റെ ബലി എന്ന് പറയുന്നത്, മനസ്സിന്റെ ബലി എന്ന് പറയുന്നത്, ഇത് അനുഗ്രഹങ്ങളുടെ ഒരു ആരാമം തന്നെയാണ്. അനുഗ്രഹങ്ങളുടെ ആരാമം, ഒരു പൂന്തോട്ടം തന്നെയാണ് ഈ ആത്മബലിയിൽ നമ്മൾ കാണുക. എത്രയോ പ്രാവശ്യം നമ്മൾ സ്വന്തം ഹിതം ബലിയർപ്പിക്കേണ്ടിയിരിക്കുന്നു. സ്വന്തം ഹിതത്തെ ബലിയർപ്പിക്കുന്ന ഓരോ നിമിഷത്തിലും അനുഗ്രഹങ്ങളുടെ അത്ഭുതകരമായ പ്രവാഹം നമ്മുടെ വ്യക്തിപരമായ ജീവിതത്തിലേക്ക് കടന്നു വരികയാണ്. അപ്പൊ ഞാൻ ഈ തിരുവചന ശുശ്രൂഷയില് എന്റെ പൊന്നുമക്കളുടെ മുമ്പിലേക്ക് ഞാൻ വെക്കുന്നത്, മനുഷ്യൻ സൃഷ്ടിക്കപ്പെട്ടത് അനുഗ്രഹിക്കപ്പെടാൻ വേണ്ടിയിട്ടാണ്. അവനൊരു അനുഗ്രഹമാണ്. അവന്റെ അനുഗ്രഹത്തിന്റെ ചൈതന്യം, അവന്റെ അനുഗ്രഹത്തിന്റെ പൂർണ്ണത ഓരോ നിമിഷവും നടന്നു പോകേണ്ടിയിരിക്കുന്നു. അത് വലിയ വലിയ ദൈവ പദ്ധതിയുടെ പൂർത്തീകരണത്തിലൂടെയാണ്. അതേസമയത്ത് തന്നെ ആത്മീയ ബലികളിലൂടെ, ആന്തരികമായ ബലികളിലൂടെ, ഹൃദയത്തിന്റെ ബലികളിലൂടെയാണ് നമുക്ക് എന്തുമാത്രം ഹൃദയത്തിന്റെ ബലി അർപ്പിക്കാമെന്നുള്ളതിനെ കുറിച്ചാണ് ചിന്തിക്കേണ്ടത്. ഒരിക്കൽ ഒരാൾ പറയായിരുന്നു, കഴിഞ്ഞുപോയ കാലത്ത് ചെയ്തു പോയ പാപങ്ങളെ കുറിച്ച് പലപ്പോഴും പാപത്തിന്റെ സ്മരണകൾ എന്നെ വേട്ടയാടിക്കൊണ്ടിരുന്നു. പല കൗൺസിലേഴ്സും എന്നോട് പറഞ്ഞു, നിന്റെ ജീവിതത്തിൽ ഇന്ന പാപങ്ങളുണ്ട് എന്ന് പറയുമ്പോഴേ ഞാൻ ഒരിക്കൽ ചോദിച്ചു, ദൈവമേ, നീ എന്തുകൊണ്ടാണ്? എത്രയോ പ്രാവശ്യം ഞാൻ ഇത് ഏറ്റു പറഞ്ഞു, എത്രയോ പ്രാവശ്യം ഞാൻ അനുഭവിച്ചു, എത്രയോ പ്രാവശ്യം ഞാൻ കുമ്പസാരിച്ചു, പിന്നെയും നീ എന്തുകൊണ്ടാണ് ഇത് എന്നെ ഓർപ്പിക്കുന്നത്, നീ ഇത് ഇങ്ങനെ ഈ കൗൺസിലറിലൂടെ പറയുന്നതെന്ന് അദ്ദേഹം ചിന്തിച്ചുകൊണ്ട് വേദനപ്പെട്ട് പ്രാർത്ഥിച്ചും എല്ലാം വന്ന് ചോദിച്ചു എന്തുകൊണ്ട് എന്ന്. അങ്ങനെ എന്തുകൊണ്ട് എന്നുള്ളതായ ആ ചോദ്യത്തിന് ആ വൈദികൻ കൊടുത്ത മനോഹരമായൊരു ഉത്തരമായിരുന്നു, നിന്റെ പാപങ്ങളെല്ലാം അതോടെ ക്ഷമിച്ചിട്ടുണ്ട്, നിന്റെ തെറ്റുകളെല്ലാം അതോടെ മറന്നുപോയിട്ടുണ്ട്. പക്ഷേ ദൈവം നിന്നിൽ നിന്ന് ആത്മീയ ബലി ആവശ്യപ്പെടുകയാണ്, ആന്തരികമായ ബലി ആവശ്യപ്പെടുകയാണ്. അത് നീ കൊടുക്കേണ്ടത് നിന്റെ അനുതാപത്തിലൂടെയും വീണ്ടുമുള്ളതായ പശ്ചാത്താപത്തിലൂടെയെല്ലാമാണ്. അവൻ പറയാണ്, അനുതാപത്തിന്റെ ഇടിമുഴക്കം എൻ്റെ ആത്മാവിൽ മുഴങ്ങുമ്പോഴെല്ലാം, കഴിഞ്ഞകാല ജീവിതത്തിലെ പാപങ്ങളെ കുറിച്ചുള്ള അനുതാപത്തിന്റെ ഇടിമുഴക്കം എൻ്റെ ആത്മാവിൽ ഉയർന്നു കേൾക്കുമ്പോൾ എൻ്റെ പൊട്ടിക്കീറിയ ആത്മാവിനെ ഞാൻ ദൈവത്തിലേക്ക് ഉയർത്തിക്കൊണ്ട് പറയും, ദൈവമേ, ഇതാ നിന്റെ കരങ്ങളിൽ ഞാൻ എന്നെ തന്നെ സമർപ്പിക്കുന്നു എന്ന്. വിശുദ്ധിയുടെ പൂർണ്ണതയിലേക്ക്, വിശുദ്ധിയുടെ മകുടങ്ങളിലേക്ക് കയറിപ്പോകുന്നതായ ആ വ്യക്തി കൂടെ ഈ ആത്മീയ ബലി, ഈ ആന്തരികമായ ബലി അർപ്പിക്കും. പൊന്നുമക്കളെ, നിങ്ങൾക്ക് വേണ്ടി ഞാൻ വീണ്ടും പറയാണ്, നമ്മുടെ അനുദിന ജീവിതത്തില് ദൈവേഷ്ടപ്രകാരം ദൈവത്തിന്റെ മുമ്പിൽ നമുക്ക് ഒരനുഗ്രഹമായി മാറട്ടെ. ലോകത്തിന്റെ മുമ്പിൽ നമ്മൾ അനുഗ്രഹമായി മാറണം, സഹോദരങ്ങളുടെ മുമ്പിൽ നമ്മൾ അനുഗ്രഹമായി മാറണം, സമൂഹത്തിന്റെ മുമ്പിൽ നമ്മൾ അനുഗ്രഹമായി മാറണം, കുടുംബത്തിൽ നമ്മൾ അനുഗ്രഹമായി മാറണം. ഒരു കുടുംബപിതാവ് പറയുന്നത് അറിയാമോ? അദ്ദേഹത്തിനുണ്ടാകുന്ന പ്രയാസങ്ങളും വിഷമങ്ങളും വേദനകളും എല്ലാം ആ കുടുംബത്തെ സംബന്ധിച്ചും കടബാധ്യതകളെ സംബന്ധിച്ചും ഒരു വാക്ക് പോലും തൻ്റെ ഭാര്യയോടും തൻ്റെ മക്കളോട് പോലും പറയാതെ ആ വേദനകളെല്ലാം ഹൃദയത്തിൽ ഒതുക്കി ദൈവത്തിന് ആത്മബലിയായി, ആന്തരിക ബലിയായി സമർപ്പിക്കാൻ തുടങ്ങിയപ്പോഴേ ദൈവം ശക്തമായി അദ്ദേഹത്തിൽ ഇടപെട്ടു. കടബാധ്യതകളെല്ലാം തീർന്നു കഴിഞ്ഞപ്പോഴേ അദ്ദേഹം തൻ്റെ ഭാര്യയെ വിളിച്ച് മക്കളെ വിളിച്ച് പറഞ്ഞു, നമുക്ക് ഇത്രമാത്രം കടങ്ങളും പ്രയാസങ്ങളും പ്രതിസന്ധികളും ബാധ്യതകളും ഉണ്ടായിരുന്നു, എന്നാൽ ഇതെല്ലാം ഓരോന്നോരോന്നായി ദൈവം തീർത്തു. ഭാര്യ ചോദിച്ചു, എന്തുകൊണ്ടാണ് നിങ്ങൾ മിണ്ടാതിരുന്നത്? മക്കൾ പറഞ്ഞു, പപ്പ എന്തുകൊണ്ടാണ് അത് മിണ്ടാതിരുന്നത് ചോദിച്ചപ്പോഴേ അവിടെയാണ് ഈ പപ്പ പറയുന്നത്, ആരും അറിയാത്ത എൻ്റെ ഹൃദയവേദന, ആരും അറിയാത്ത എൻ്റെ ആത്മാവിൻ്റെ നൊമ്പരങ്ങൾ ഞാൻ എൻ്റെ ദൈവത്തിന് മുമ്പിൽ കാഴ്ചവെച്ചുകൊണ്ട് അവിടുത്തെ കരുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോഴേ ദൈവം എൻ്റെ കാര്യത്തിൽ ശക്തമായി ഇടപെട്ടു എന്ന്. അതിപ്പോൾ എനിക്ക് അനുഗ്രഹമായി മാറിയെന്ന്.
പൊന്നുമക്കളെ, നമുക്ക് ഒത്തിരി ക്ഷമിക്കാനും സഹിക്കാനും വിട്ടുവീഴ്ച ചെയ്യാനും മറക്കാനും കിട്ടുന്ന അവസരങ്ങൾ ഇങ്ങനെയുള്ള ആത്മീയ ബലികൾ ആന്തരിക ബലികളായി ദൈവത്തിന് സമർപ്പിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ അനുഗ്രഹമായി മാറാൻ പരിശ്രമിക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമേ, ഒരനുഗ്രഹമായാണല്ലോ അങ്ങനെ സൃഷ്ടിച്ചത്. ഈ മനോഹരമായ പ്രപഞ്ചത്തിൽ സൗന്ദര്യവും ശക്തിയും ചൈതന്യവും ഓജസ്സുമുള്ളൊരു വ്യക്തിയായി നീ എന്നെ സൃഷ്ടിച്ച് അനുഗ്രഹമാക്കി മാറ്റി. അങ്ങയുടെ പരിശുദ്ധമായ പദ്ധതി അനുസരിച്ച് ജീവിക്കുവാൻ അങ്ങ് എന്നെ പഠിപ്പിച്ചു. ആത്മാവിൻ്റെ ബലിയർപ്പിക്കുവാനുള്ള പരമരഹസ്യം അങ്ങ് എനിക്ക് പറഞ്ഞു തന്നു. ഓരോ ബലിയർപ്പണത്തിലും അങ്ങ് എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. ആ ബലി സ്വീകരിച്ച് ആ ബലിയുടെ ചൈതന്യം കണ്ട് അഭിമാനപൂർവ്വം അങ്ങ് എന്നെ വീണ്ടും വീണ്ടും അനുഗ്രഹിക്കുകയാണ്. എൻ്റെ നല്ല ദൈവമേ, ഈ തിരുവചനങ്ങൾ ശ്രവിച്ച ഓരോ മകനെയും മകളെയും ഇതേ രീതിയിൽ അനുഗ്രഹിച്ച് സമർത്ഥമായ കൃപയാൽ ഇവരെ ശക്തിപ്പെടുത്തണമേ എന്ന് അപേക്ഷിക്കുകയാണ്. എവിടെയെല്ലാം ഈ വചനങ്ങൾ തിരുവചനങ്ങൾ പ്രകമ്പനം കൊള്ളുന്നുവോ, എവിടെയെല്ലാം ആരെല്ലാം ഈ തിരുവചനങ്ങൾ കേൾക്കുന്നുവോ അവരെല്ലാം അങ്ങയുടെ അനുഗ്രഹത്തിൻ്റെ കിരീടങ്ങളായി മാറ്റണമേ എന്ന് അപേക്ഷിക്കുകയാണ്. അമ്മേ, പരിശുദ്ധ മറിയമേ, അമ്മയുടെ സ്നേഹ സാന്നിധ്യത്തിന് നന്ദി. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നിങ്ങളോടുകൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. വിശദ വിവരങ്ങൾക്ക് ഡയറക്ടർ, ഡിവൈൻ വിഷൻ, ഡിവൈൻ റിട്രീറ്റ് സെന്റർ, മുരിങ്ങൂർ, ചാലക്കുടി 680316, കേരള, സൗത്ത് ഇന്ത്യ. ടെലിഫോൺ 0091 480 270 8098, 0091 480 270 2613. ഫാക്സ് 0091 480 270 8097. ഇമെയിൽ mail.divintv@gmail.com. Website www.drcm.org.